നമ്മുടെ ഈ കേരളത്തിൽ ഭൂപ്രകൃതിക്ക് ഏറ്റവും യോജിച്ചത് കുള്ളലിനമാണെങ്കിൽ D/2 എന്ന ഇനത്തിൽപ്പെട്ട തെങ്ങാണ്. എല്ലാ വർഷവും ഒരേപോലെ തെങ്ങിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വർഷം കിട്ടിയാൽ അടുത്ത വർഷം കുറച്ച് കുറവായിരിക്കും. ചില ആൾക്കാർ തെങ്ങ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ കവുങ്ങും വെക്കും അടുപ്പിച്ച്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് നിങ്ങളേവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഭൂമിയിൽ എൻ്റെ സ്വന്തം കൃഷിയിടത്തിലുള്ള തെങ്ങിനെ പറ്റിയാണ്. അതിൻ്റെ കൃഷി രീതികളെപ്പറ്റിയും എൻ്റെ വളപ്രയോഗത്തെപ്പറ്റിയും മറ്റ് പരിചരണത്തെപ്പറ്റിയൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഞാൻ ഫുള്ള് വെച്ചിരിക്കുന്നത് കുറ്റ്യാടി ഇനത്തിൽപ്പെട്ട തെങ്ങാണ്, നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങ്. അപ്പോൾ ശരാശരി നമുക്ക് ഒരു തെങ്ങിൽ നിന്ന് ഒരു 150 തേങ്ങകളും കിട്ടുന്നുണ്ട്. പരിചരണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വലിയ ഓവറായിട്ട് പരിചരണമൊന്നുമില്ല. ജൈവ രീതിയിലാണ് നമ്മുടെ കൃഷി രീതികളൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊക്കെ നല്ല തേങ്ങ പിടിക്കുന്ന തെങ്ങാണ്. നമ്മൾ നല്ല ഉൽപ്പാദനക്ഷമതയുണ്ട്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് സാധാരണ പോലെ തന്നെ 1 മീറ്റർ കുഴിയെടുത്ത് അതിനകത്ത് കുമ്മായം ഒക്കെ വിതറി ശേഷം നല്ല കുറ്റ്യാടി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈ കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്ത് നട്ടുപിടിപ്പിക്കുകയത്. ഇതിന് ഏകദേശം 35 വർഷത്തെ പ്രായമുണ്ട് തെങ്ങിന്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാര്യമായ രോഗബാധ, ചെള്ളിൻ്റെ ഉപദ്രവം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് മെയിനായിട്ട് കണ്ടുവരുന്നത് നമുക്ക് ഈ വെള്ളീച്ചയുടെ ഉപദ്രവമുണ്ട്. അത് കാര്യമായിട്ട് തന്നെയുണ്ട്. അതിന് പ്രതിവിധി നമുക്ക് ഇത്തരം വലിപ്പുള്ള തെങ്ങിൻ്റെ മുകളിലും മരുന്നടിക്കാനുള്ള വിഷമതകളൊക്കെ ഉണ്ട്. അതിന് ബിഗ് ബോസ് അടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഫാമിലുണ്ടത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ജൈവ കീടനാശിനി, അത് അത്യുത്തമമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നമുക്ക് അടിക്കാനുള്ള പ്രായോഗിക വിഷമങ്ങളൊക്കെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും നല്ല ഉൽപ്പാദനക്ഷമതയാണ്. പിന്നെ ഈ കൊമ്പൻ ചില്ലിയുടെ ഉപദ്രവം ഒന്നും നമുക്ക് കാര്യമായിട്ടില്ല. പക്ഷേ കൊമ്പൻ ചില്ലി ഉപദ്രവം ഉണ്ടെങ്കിൽ അതിന് ഈ ഫെറമോൺ കണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചാൽ അത് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് വളമൊക്കെ ധാരാളം ചേർക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അതൊരു വർഷത്തിലൊരു 3 പ്രാവശ്യം ഉപയോഗിക്കും. അത് ശരിക്കും വേനൽക്കാലത്ത് നല്ലോണം ജലസേചനം ചെയ്ത് കൊടുക്കും. നമ്മൾ വളപ്രയോഗമൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊരു ജൂലൈ മാസത്തിൽ ചെയ്യും. ജൂലൈ കഴിഞ്ഞിട്ട് നമ്മൾ സെപ്റ്റംബർ പിന്നെ ഡിസംബറിലും കൂടെ കുറച്ച് നമ്മൾ ചെയ്യും. ഈ 3 പ്രാവശ്യം നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത് നനയ്ക്കുന്നതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്ത് ഒരു തവണയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വളപ്രയോഗം ചെയ്യുന്ന ഏത് ചെടിക്കാണെങ്കിലും നമ്മൾ നന ഉണ്ടെങ്കിൽ നമ്മൾ 1 കിലോ വളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 3 പ്രാവശ്യമായിട്ടോ അല്ല 4 പ്രാവശ്യമായിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഗുണം കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്യുന്ന ജൈവവളം ഉപയോഗിക്കുന്നു, നനച്ചു കൊടുക്കുന്നു. പിന്നെ കുറച്ച് പൊട്ടാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പൊട്ടാഷ് ഉപയോഗിക്കുന്നതിന് ഗുണമെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ കാമ്പ്, അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങ കനം കൂടുതലുണ്ടാവും, കട്ടി കൂടുതലുണ്ടാവും, പരിപ്പിന് കട്ടിയുണ്ടാവും. അപ്പം നമ്മൾ തേങ്ങയൊക്കെ കൊടുക്കുന്ന സമയത്താണ് വെയിറ്റ് കൂടുതൽ കിട്ടും. പരിപ്പിന് കട്ടിയുണ്ടെങ്കിൽ കൊപ്ര കൂടുതൽ കിട്ടും, എണ്ണ കൂടുതൽ കിട്ടും. അപ്പം നമ്മൾ പൊട്ടാഷ് ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു വലിപ്പമുള്ള തെങ്ങിനൊക്കെ, വലിയ തെങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു 2 കിലോ എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലുപൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണം കിട്ടുന്നുണ്ട്. അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുക. ഒരു കടലപ്പിണ്ണാക്ക് ഇന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന് കറക്റ്റ് നല്ല പുളിപ്പൊക്കെ അതിന് കിട്ടും. അപ്പോൾ 4 ദിവസത്തിന് ശേഷം ഉപയോഗിച്ചാൽ വളരെ അത്യുത്തമമാണ്. അതിന് 1 വർഷം കുമ്മായി ഉപയോഗിക്കുക. അത് ഈ വർഷം കുമ്മായി ഉപയോഗിച്ചെങ്കിൽ അടുത്ത വർഷം വേപ്പ് പിണ്ണാക്ക് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തെങ്ങ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെങ്ങ് നട്ടിരിക്കുന്നത് തന്നെയാണെങ്കിലും ഒരു കോല് കുഴിയെടുത്ത് അതിന് തെങ്ങ് വെച്ച് അത് അകലം ചെയ്തിരിക്കുന്നത് 7.5 മീറ്ററാണ്. 7.5 മീറ്റർ അകലത്തിൽ നമ്മൾ തെങ്ങ് വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ മറ്റുള്ള കൃഷികളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചക്കറി ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല മറ്റേ ഫ്രൂട്ട്സ് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പല ഫ്രൂട്ട്സ് നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ 1 നിര കവുങ്ങ് വെക്കാം. ഈ കവുങ്ങ് വെക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ തെങ്ങ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ കവുങ്ങും വെക്കും അടുപ്പിച്ച്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്.
നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടവേള കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തെങ്ങ് ഒരു 10 വർഷമൊക്കെ ആയ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ രണ്ടും ഒരുമിച്ച് നട്ട് കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ 2 ചെടികളും തെങ്ങും കവുങ്ങും മത്സരിച്ച് വളരും സൂര്യപ്രകാശത്തിന് വേണ്ടി. അപ്പോൾ അത് നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ ഈ 35 വർഷമായ തെങ്ങാണെങ്കിൽ നമ്മളത് ഹൈറ്റ് കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വൃക്ഷങ്ങളില്ല, മറ്റൊന്നുമില്ല. സൂര്യപ്രകാശത്തിന് വേണ്ടി തെങ്ങിന് പരസ്പരം മത്സരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ഈ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി 2 ചെടിയും മത്സരിച്ച് മേലോട്ട് പൊങ്ങിപ്പോകും. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് വേഗത്തിൽ അതിന് വളർച്ച മുകളിലോട്ട് പോകും. അതിനനുസരിച്ച് ഉൽപ്പാദനം കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 വർഷമെങ്കിലും മിനിമം കഴിഞ്ഞ ശേഷം മാത്രമേ അതിൻ്റെ നടുക്കൂടെ ഒരു നേരം മാത്രം കവുങ്ങ് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഈ തെങ്ങ് വെച്ച് അതിന് ചുറ്റും നമ്മൾ ഇപ്പോൾ കുരുമുളക് ഇപ്പം കയറ്റി വിടുന്ന കുറേ കഴിഞ്ഞ വർഷം പോയി. ഇപ്പം നമ്മൾ കുരുമുളകിൻ്റെ ചെടി ഇപ്പോൾ നട്ടിട്ടുണ്ട്. കുരുമുളക് നമ്മൾ തെങ്ങിൽ നടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ചുവട്ടിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ചുവട്ടിൽ വേരുകൾ കൂടുതലായിരിക്കും, അതിന് വളർച്ച കിട്ടത്തില്ല, ഉദ്ദേശിക്കുന്ന നമുക്ക് ഫലം കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ തടത്തിന് പുറത്ത് കുഴിയെടുത്ത് അതിനകത്ത് പിടിപ്പിച്ച ശേഷം ഇത് പടത്തി അതിൻ്റെ അടിയിൽ കൂടെ കയറ്റി കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ കുരുമുളക് തെങ്ങിലേക്ക് പടർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ അടിക്കൂടെ മണ്ണിൽ കൂടെ കയറ്റുന്ന സമയത്ത് ആ ഭാഗത്ത് പിന്നീട് ഒരു കിളകളോ ഒരു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ കുരുമുളകിന് ക്ഷതം സംഭവിച്ച് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. ഇപ്പം നമ്മൾ തെങ്ങിൽ കയറിയിരിക്കുന്ന ഒരു കുരുമുളക് കാണിച്ചു തരാം നല്ല രീതിയിൽ. ആ രീതിയിൽ കൃഷി ചെയ്ത ഒരു കുരുമുളക് ചെടി ഉണ്ടോ, നല്ല കയറി പോകുന്നുണ്ട്. ഈ വർഷം കുറച്ച് കുരുമുളക് കിട്ടി, അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നല്ലോണം കിട്ടും. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് തെങ്ങ് കൃഷിയിൽ നിന്ന് മാത്രമുള്ള ആദായമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ അകലം പാലിച്ച് തെങ്ങ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടവിള കൃഷി നമുക്ക് ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി ഇതെല്ലാം ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഇടവിള കൃഷി ചെയ്യുന്ന ഈ ചേമ്പ്, ചേന, മഞ്ഞളൊക്കെ ചെയ്യുന്ന ജൈവ കൃഷിയാണ്. നമ്മൾ ജൈവവളം ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം തെങ്ങിന് കിട്ടും. മണ്ണിളക്കം ഉണ്ടാവും. അപ്പം നമ്മൾ ഇട്ടുന്ന ജൈവവളത്തിൻ്റെ ഒരംശം നമ്മുടെ തെങ്ങിന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലം മുതലേ നമ്മൾ ഇടവിള കൃഷി നമ്മൾ തെങ്ങിനകത്ത് ചെയ്യുന്നത്. വാഴ ചെയ്യാം, അങ്ങനെ റംബുട്ടാൻ, പല കൃഷി. ജാതി നല്ലൊരു കൃഷിയാണ്. കാരണം അതിനാവശ്യമായ ഷെയ്ഡ് കിട്ടും. തെങ്ങിൻ്റെ ഉള്ളിൽ കവുങ്ങിൻ്റെ ഇതിൻ്റെ ഉള്ളിലാകുമ്പം നമ്മൾ ജാതിക്ക് പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന അവസ്ഥ കൊള്ളിയല്ല. അപ്പോൾ അതിന് ഷെയ്ഡ് അത്യാവശ്യത്തിന് കിട്ടുന്നതാണ് നമ്മുടെ തെങ്ങ് കൃഷിയിൽ. അപ്പം 4 തെങ്ങിൻ്റെ നടുക്ക് ഒരു ജാതി വെക്കാം. നല്ല ജാതി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ പോലെ തന്നെ 10-100 വർഷം ആദായം കിട്ടുന്ന ഒരു വിളയാണ്. അങ്ങനെ പല രീതിയിലുള്ള കൃഷി രീതികൾ നമുക്ക് അവലംബിക്കാൻ പറ്റും. അപ്പം തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് ഭയങ്കര ലാഭകരമായ കൃഷിയാണ്. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഒരേപോലെ തെങ്ങിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വർഷം കിട്ടിയാൽ അടുത്ത വർഷം കുറച്ച് കുറവായിരിക്കും. അത് എല്ലാ വിളകൾക്കും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. നമ്മൾ ഒരു വിളകൾക്കും എല്ലാ വർഷവും ഒരേ രീതിയിൽ കായ്ഫലം കിട്ടുന്ന കുറവായിരിക്കും. പിന്നെ വെച്ചാൽ നമ്മൾ തെങ്ങിന് ജലസേചനം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു മെച്ചം വെച്ചാൽ, തെങ്ങിന് ഇപ്പം നമ്മൾ പണ്ട് പറയും മേടത്തിൽ തുടങ്ങി കന്നി തീരുന്ന പറയും. അപ്പം നമ്മൾ ഏകദേശം ആദ്യം മുതൽ അവസാനം വരെ തേങ്ങയുടെ വലുപ്പത്തിൽ വ്യത്യാസങ്ങൾ കിട്ടിയാൽ ഏകദേശം തൂക്കം ഒരുപോലെ കിട്ടും. ഈ നനയ കൊണ്ടുള്ള ഗുണമാണ്. അപ്പോൾ നനച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം വർധനമുണ്ടാവും, നല്ല ഇത് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ. അപ്പം നിങ്ങൾക്ക് ഏവർക്കും അതിനെപ്പറ്റി പരീക്ഷിക്കാവുന്നതാണ്. അപ്പം തെങ്ങിൻ്റെ ഇനത്തെപ്പറ്റി പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത് നാടൻ ഇനങ്ങളാണ്. കുറ്റ്യാടി പോലുള്ള നമ്മുടെ പഴയ നാടൻ ഇനങ്ങളാണ് ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ പല രീതിയിലുള്ള കൃഷി ചെയ്യുന്നുണ്ട്. മലേഷ്യൻ കുള്ളൻ, രാമഗംഗ, അല്ലെങ്കിൽ DJ. നമ്മുടെ ഈ കേരളത്തിൽ ഭൂപ്രകൃതിക്ക് ഏറ്റവും യോജിച്ചത് കുള്ളൻ ഇനമാണെങ്കിൽ D/2 എന്ന ഇനത്തിൽപ്പെട്ട തെങ്ങാണ്. അതിന് അത്രയും നമുക്ക് രോഗങ്ങൾ വരുന്നില്ല. മറ്റേതിനെല്ലാം രോഗപ്രതിരോധ ശക്തി കുറവാണ്. ഇപ്പം മലേഷ്യൻ കുള്ളനൊക്കെ തെങ്ങ് വെച്ചിട്ട് 100 തെങ്ങ് വെച്ച ആൾ പിറ്റത്തെ വർഷമാകും പറയും പകുതി ചീഞ്ഞു പോയി, ഇത് കുത്തിപ്പോയെന്ന് പറയും. അതിന് മധുരം കൂടുതലാണ്. അതുകൊണ്ടൊക്കെയാണ്. അപ്പം നമ്മുടെ ഈ നാടൻ ഇനങ്ങളാണ് ഏറ്റവും നമ്മുടെ കേരളത്തിലെ കൃഷി രീതിക്ക് നല്ലത്.
വേറെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരെ വെച്ചാൽ നല്ല ഇപ്പം 400 500 1000 കൊടുത്ത് നല്ല വെറൈറ്റി തെങ്ങുണ്ട്, അതിന് ഭയങ്കര പരിചരണം കൊടുക്കും. നമ്മുടെ നാടൻ ഇനങ്ങൾക്ക് പരിചരണം കുറവായിരിക്കും, ശരിയായ രീതിയിൽ വളപ്രയോഗമോ ജലസേചനം കൊടുക്കുകയില്ല, അപ്പോൾ അതിന് ഉൽപ്പാദനം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നാടനാണെങ്കിൽ നല്ല രീതിയിൽ പരിചരിച്ച് കഴിഞ്ഞാൽ മറ്റതിനേക്കാൾ ഉൽപ്പാദനക്ഷമത കിട്ടും, ഉറപ്പാണ്. അത് നമ്മുടെ അനുഭവം കൊണ്ട് പറയാം. എനിക്ക് പിന്നെ അത് ഫാമിൽ തെങ്ങൊക്കെ ഉണ്ട്, ഈ കേരശ്രീ ഇനമൊക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ ഇനത്തിൻ്റെ ആ ഒരു മെച്ചം ഇതിനൊന്നും കിട്ടുന്നില്ല. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇനങ്ങൾ 3 വർഷം കൊണ്ട് നമുക്ക് ഉൽപ്പാദനം തരാൻ തുടങ്ങുമെന്ന് മാത്രം. നാടൻ ഇനമാകുമ്പോൾ ഇപ്പം കുറ്റാടിയൊക്കെ ആണെങ്കിൽ 5 വർഷമാവും. 5 വർഷം ആയിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 വർഷമൊക്കെ ആവും നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു ഉൽപ്പാദനത്തിലേക്ക് എത്താൻ വേണ്ടി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കാലങ്ങളായിട്ട് അത് ചെടി നഷ്ടപ്പെടാതെ, അല്ല തെങ്ങ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാടൻ ഇനങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയ്ക്കും മണ്ണിന് യോജിച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, നമ്മൾ കൃഷിക്കാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴും അവരും നമ്മളോട് പറയുന്നൊരു അനുഭവം അതാണ്, നാടൻ ഇനങ്ങളാണ് നല്ലത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും ഈ നാടൻ ഇനങ്ങളാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ DJ ഉണ്ട്, രാമഗംഗയുണ്ട്, മലേഷ്യൻ കുള്ളനുണ്ട്, പിന്നെ ഗംഗാബോണ്ടമുണ്ട്, ഇങ്ങനെ പല ഇനത്തിൽപ്പെട്ടതുണ്ട്. അപ്പം ഇതിലൊക്കെ കൃഷിക്കാർക്ക് അവരുടെ ചോയ്സ്, അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എങ്കിലും നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കൃഷിക്കാരോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് തെങ്ങ് കൃഷിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാരുമായിട്ട്, കൃഷി ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുക. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്കിപ്പം പല ഇനത്തിൽപ്പെട്ട തെങ്ങുകളൊക്കെ വെക്കുന്നുണ്ട്, അത് സക്സസ് ആണെങ്കിൽ അത് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ള രീതിയിൽ ചെയ്യുന്നില്ല, നമ്മൾ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഇത് നല്ലത്. അനുഭവത്തിൽ കൂടെ നമ്മൾ കിട്ടുന്ന അറിവെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്, മറ്റുള്ള നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ ഉണ്ട്, നമ്മളോട് ഷെയർ ചെയ്യുക. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.